നമ്മളിപ്പോ വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മാക്സ്വെല്ലൊക്കെ ഇലക്ട്രോഡൈനാമിക്സിൽ ഉപയോഗിച്ചിരുന്ന എന്താണ് ഡെൽ ക്രോസും ഡെൽ ഡോട്ടും ആ ഒരു നൊട്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ നമ്മുടെ മാക്സ്വെൽസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു മുന്നിലുള്ള ചോദ്യം, ഇത് അന്നും ഇതേ നൊട്ടേഷൻ തന്നെ ആയിരുന്നോ മാക്സ്വെൽസ് ഉപയോഗിച്ചിരുന്നതെന്നാണ്. പക്ഷെ അന്ന് ഈ മാക്സ്വെൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതല്ല. പുള്ളിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ഉണ്ട്, അതായത് കോട്ടോണിയൻസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് ഹാമിൽട്ടൺ ആണ് ഡെവലപ്പ് ചെയ്തത്. പുള്ളിക്കാരൻ അത് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോഡൈനാമിക്സ് ഡെവലപ്പ് ചെയ്തത്. അത് ഏകദേശം ഒരു 20ഓളം ഇക്വേഷൻസ് എന്തോ ഉണ്ട് അതിന്. എനിക്ക് ഓർമ്മയിൽ 20ഓളം ഇക്വേഷൻസ് ഉണ്ട്. ഹാമിൽട്ടന്റെ കേസ് പറയുകയാണെങ്കിലേ, ഹാമിൽട്ടൺ ഒരു ഐറിഷ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റീഷ്യൻ ആണ്. പുള്ളി ഒരു ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് അയാൾ. അയാൾക്ക് ഏതാണ് എനിക്ക് തോന്നുന്നു കുറെ 13 ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ഒരു വലിയ മനുഷ്യൻ. ഞാനൊരു പുസ്തകത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം അറിയായിരുന്നു. ഞാനും ഏതൊരു എനിക്ക് തോന്നുന്നത് NC റാണ PS ജോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് അത് പുള്ളിക്കാരൻ ഒരുപാട് ഇന്ത്യൻ ലാംഗ്വേജ്, സാൻസ്ക്രിറ്റ് അറിയാമെന്ന് പറയുന്നത്, മലയാളം, തമിഴ്, ബംഗാളി അതിലുണ്ട് മലയാളം അറിയാവുന്നുണ്ട്. അത് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട്. പിന്നെ ചെറിയ ഏജിൽ തന്നെ പുള്ളി ഈ മാപ്പൊക്കെ ലൊക്കാലിറ്റിയുടെ വരച്ചൊന്നും. അപ്പോ നമ്മൾ പറഞ്ഞത് മാക്സിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത കാര്യം. അപ്പൊ മാക്സിൽ ആക്ച്വലി ഇലക്ട്രോഡൈനാമിക്സിനെ പറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇത് ഒന്ന് കുറച്ചൊരു റിയൽ ലൈഫിലോട്ടൊന്ന് മെർജ് ചെയ്യാൻ വേണ്ടി എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പുള്ളി ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഇലക്ട്രോഡൈനാമിക്സ്. അതായത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എങ്ങനെ ഒരു പ്രഷർ വേരിയേഷൻ അനുസരിച്ച് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന പോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അനുസരിച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ ഒരു കമ്പാരിസൺ, ആ ഒരു അനലോഗി ഉപയോഗിച്ചുകൊണ്ടാണ് മാക്സിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അന്ന് ഈ ഹാമിൽട്ടന്റെ ലെക്ചേഴ്സ് ഓൺ കോട്ടോണിയൻസ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അതായത് 1853 പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. അപ്പൊ ആക്ച്വലി ഇതൊരു കോംപ്ലക്സ് നമ്പറിന്റെ ഒരു ജനറലൈസേഷൻ ആണ്. നമ്മൾ കോംപ്ലക്സ് നമ്പർ അന്ന് കാലത്ത് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ യൂളറും ഗോസസും ഒക്കെ ആൾറെഡി അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് കാണാവുന്നതിന്റെ ഒരു ജനറൽ ഫോമുല എന്താ, x+iy അല്ലെങ്കിൽ a+ib. അന്ന് അത് ഉണ്ട്, അന്ന് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ഈ ഹാമിൽട്ടന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് ഈ ഐ ഉപയോഗിക്കുന്ന ഐ എന്താ √-1 എന്ന് പറയുന്ന സംഭവം, അത് ഉപയോഗിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യണം. അപ്പൊ x+iy എന്നുള്ള സാധനത്തിന് അയാൾ ചെയ്തത് ഓർഡേർഡ് പെയർ xy എന്നങ്ങ് എഴുതി. എന്നിട്ട് അതിന് വേണ്ട രീതിയിൽ എന്ത് ചെയ്തു, അതിന്റെ ഒരു ആൽജിബ്ര ഡെവലപ്പ് ചെയ്യുക ചെയ്ത്. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ x,y-യും a,b-യും. a,b മീൻസ് a+ib ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, x+a നമ്മുടെ റിയൽ പാർട്ട് ആഡ് ചെയ്യണം, പിന്നെ ഇമാജിനറി പാർട്ട്. അപ്പൊ ആ രീതിയിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ തന്നെ ആ രീതിയിൽ അങ്ങ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇത് നോർമൽ ഒരു അതായത് കോംപ്ലക്സ് നമ്പറിനെ മറ്റൊരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്ന, അത് രണ്ട് റിയൽ നമ്പർ ആയിട്ട് അയാൾക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് അയാളുടെ ഒരു കുറച്ചുകൂടെ എളുപ്പമാകുന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഇനി കോട്ടോണിയൻസിലോട്ട് വന്നു കഴിഞ്ഞാല്, ഈ കോട്ടോണിയൻസ് എന്ന് പറഞ്ഞാൽ 4 ടേം ഉണ്ട്. ആ പേര് പറയുന്ന പോലെ തന്നെ 4 ടേം ഉണ്ട്. a+ib+, j,c+kd. ഈ 4 ടൈം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ടൈമിനകത്ത് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ അവസാനത്തെ 3 ടൈമിൽ നോക്കി ഐയും ജെയും കെയും കിടപ്പുണ്ട്. ഈ ഐയും ജെയും കെയും എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കോംപ്ലക്സ് നമ്പറിലെ √-1 തന്നെയാണ്. അതായത് i² = j² = k² = √-1 തന്നെയാണ്. സോറി, √-1 അല്ല, -1 ആണ്. -1. അപ്പോ മാത്രമല്ല ഇവര് ഈ പറയപ്പെടുന്ന കുറച്ച് റൂളുകൾ കൂടെ ഫോളോ ചെയ്യണം, എന്നാലേ കോട്ടോണിയൻസ് ആവത്തുള്ളൂ. ഒരു നമ്പർ കോട്ടോണിയൻസ് ആവണമെങ്കിൽ ഇപ്പൊ ബേസിക്കലി ഈ കോട്ടോണിയൻസ് എന്ന് പറയുന്നത് 4 ഡൈമെൻഷണൽ അതെ. ഓർഡേർഡ് പെയർ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മുടെ x+iy xy എന്ന് റെപ്രസെന്റ് ചെയ്തതുപോലെ a,b, c,d എന്ന് റെപ്രസെന്റ് ചെയ്യാം ഈ കോട്ടോണിയൻസിനെ. അപ്പൊ ഞാൻ മാത്രമല്ല ഈ പറയപ്പെടുന്ന ചില കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്, i = എന്തായിരിക്കണം, j × k ആയിരിക്കണം. അതുപോലെ തന്നെ i = -k × j ആയിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് j × k i-യും k × j -i-യും ആണ്. അതായത് വ്യത്യസ്തമാണ്. j × k വേറൊരാള്, k × j വേറൊരാള്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളതായിരുന്നു. ഇപ്പൊ വലിയ ഇൻട്രസ്റ്റിംഗും വലിയ കൗതുകമൊന്നും ഇല്ല. പക്ഷെ അന്ന് ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. കാര്യം അത്രയും നാള് a × b എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഓപ്പറേറ്ററും ഓർഡറിനെ മാറ്റർ ചെയ്യില്ല. ഇവിടെ പ്രശ്നമാണ്. അത് ആദ്യമായിട്ട് സംഭവിക്കുക. ഇവിടെ ആദ്യം സംഭവിക്കും. അപ്പോ j × k അല്ല, k × j എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു പുതിയ തുടക്കമായിരുന്നു. ഒരു ആ കാലഘട്ടത്തിൽ ഒരു പുതിയ സംഭവമായിരുന്നു ഇത്. അപ്പോ മെട്രിക്സിൽ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ. പക്ഷെ മെട്രിക്സ് പിന്നെ ഇത് കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്നത്. അപ്പോ ഫസ്റ്റ് ടൈം
ഈ ഓർഡർ റിവേഴ്സ് ചെയ്താൽ സാമ്യം കൊണ്ടുവരുന്നയാളാണ്. അതെ അതെ, അതാണ് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ. അന്നത്തെ കാലത്ത് തുടക്കമായിരുന്നു ഈ ഒരു പരിപാടി. ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഒബേ ചെയ്താലാണ് എന്ത് സംഭവിക്കുക, ഈ കോട്ടോണിയൻസ് ആവുള്ളൂ. അത് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഈ ഒരു സാധനത്തിന് സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് കുറെ നാൾ ശേഷം ഇപ്പൊ ആ ഒരു കോട്ടോണിയൻസിന്റെ ജനറൽ ഫോർമുല എന്താണ്? എ പ്ലസ് ഐ ബി പ്ലസ് ജെ കെ പ്ലസ് ജെ കെ അല്ലല്ലോ, ജെ സി പ്ലസ് കെ ഡി. അത് സാധനം ഉണ്ടല്ലോ. ഇതിലിപ്പോ ഫസ്റ്റ് പാർട്ടിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സ്കേലാർ പാർട്ട് എന്നും, മനസ്സിലായില്ല, അതല്ലെങ്കിൽ റിയൽ പാർട്ട് എന്നും, അത് കഴിഞ്ഞ് കിടക്കുന്ന ഐയും ജെയും കെയും കിടക്കുന്ന ഒരു കോംപ്ലക്സ് പാർട്ട് ഉണ്ട്, അതിനെ നമുക്കൊരു വെക്ടർ പാർട്ട് എന്നും പറയാം വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ സ്കെയിലർ വെക്ടർ എന്ന് പറഞ്ഞില്ലായിരുന്നു, അപ്പൊ ആ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണോ? സോ അന്നേ ഈ സ്കെയിലർ വെക്ടർ ഹാമിൽട്ടൺ ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു പ്രോപ്പർട്ടി ആയിട്ട് വെച്ച് കുറെ നാൾ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിനെ അങ്ങനെ വിളിക്കുന്നത്. ഹാമിൽട്ടൺ തന്നെയാണ് അത് കോയിൻ ചെയ്യുന്നത്, ആ പേരൊക്കെ കോയിൻ ചെയ്യുന്നത് ഹാമിൽട്ടൺ തന്നെയാണ്, സ്കേലാർ വെക്ടർ. എ എന്ന് പറയുന്ന ആള് സ്കേലാറും ബാക്കിയുള്ള 3 പേരെയും വെക്ടർ എന്ന് ഹാമിൽട്ടൺ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ആ ക്വാഡ്രാനിയൻസിനകത്തുള്ള ഫസ്റ്റ് ടേം അത് സ്കെയിലറും ആൻഡ് ബാക്കിയുള്ള ആ കോംപ്ലക്സ് പാർട്ട് വെക്ടർ ആണെന്നും പുള്ളി ഡിഫൈൻ ചെയ്തു. ആൻഡ് അത് നമ്മൾ ഇപ്പൊ ഈ പറയുന്ന സ്കെയിലറും ഇതുവരെ നമ്മൾ നോർമലി പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന വെക്ടർ അല്ലേ, അതിന് മുമ്പായാലും പഠിക്കുന്ന ഒരു വെക്ടറായിട്ട് ഒരു ബന്ധമായിട്ടില്ല ഇതുവരെ. ഇതൊരു മാത്തമാറ്റിക്കൽ ടൂൾ മാത്രമായിട്ട് വെച്ചേക്കാണ് ഒരു പേര്. കാര്യം ഇപ്പൊ നമ്മൾ വെക്ടർ എന്നൊക്കെ പറയുമ്പോൾ വേറെ വേറെ മനസ്സിൽ വരും, അതിലേക്കോട്ടൊക്കെ വരാം, അത് ഇപ്പോഴല്ല. ഓക്കെ, യെസ്. അപ്പോ ആ ഒരു ഈ കോട്ടോണിയൻസിന്റെ ആ വെക്ടർ ഫാം ഉണ്ടല്ലോ, അപ്പൊ ആ 2 വെക്ടർ നമ്മൾ ആ ഒരു വെക്ടർ അങ്ങനെയുള്ള 2 വെക്ടറിനെ കൺസിഡർ ചെയ്യാണ് V1 ഉം V2. ഇതിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു നോക്കി. ഇതിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം V1 xi പ്ലസ് yj പ്ലസ് zk, V2 സ്മാൾ xi പ്ലസ് സ്മാൾ yj പ്ലസ് സ്മാൾ zk. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആണ് V1 ഇൻറ്റു V2. അപ്പൊ കിട്ടുന്നത് മൈനസ് ഓഫ് xx പ്ലസ് yy പ്ലസ് zz പ്ലസ് പിന്നെ ഒരു വലിയ ടേം കിട്ടും, അതായത് yz മൈനസ് zy ഐയും ജെയും കെയും ഉള്ള ഒരു ഭാഗം കൂടെ കിട്ടും. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നതിനകത്ത് ഐയും ജെയും കെയും ഇല്ല. ഓക്കെ, അതിനകത്ത് പ്യുവർ നമ്പേഴ്സാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ സ്കെയിലാർ എന്നും കൂടെ വിളിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കിടക്കുന്ന ഭാഗമുണ്ട്, അത് ഒരു വെക്ടർ ഭാഗമാണ്, കാര്യം ഐയും ജെയും കിടപ്പുണ്ട്, അതിനെ വെക്ടർ ഭാഗം എന്ന് വിളിക്കും. ബിക്കോസ് ഹാമിൽട്ടൺ ആൾറെഡി അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കോട്ടോണിയൻ. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു പുതിയ കോട്ടോണിയൻ കിട്ടി. ഓക്കെ, അതായത് 2 ക്വാഡ്രാനിയൻ വെക്ടർ പാർട്സ് ഉണ്ടായിരുന്നു, അത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ മറ്റേ ഐ വരുന്ന ഭാഗമൊക്കെ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു സ്കെയിലർ പാർട്ടും വന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ മറ്റേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ജെ ഇൻറ്റു കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടണം, അതെല്ലാം ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. യെസ്, അത് ചെയ്യുമ്പോഴാണ് ആക്ച്വലി മറ്റേ വരുമ്പോഴാണ് -1 ഇല്ലാത്ത ടൈമുകളൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഐ ഇൻറ്റു ഐ ഒക്കെ വരുമ്പോഴത്തേക്ക് ഐ സ്കോർ -1 ഒക്കെ കയറി വരും, അപ്പൊ ഐ അങ്ങ് പോകും. അങ്ങനെ നമ്മൾ നോർമൽ ചെയ്യാറുള്ള ഇതൊക്കെ. പക്ഷെ ഈ കോട്ടോണിയൻസിന്റെ കേസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, നോർമൽ കോംപ്ലക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് സംഭവം. എന്നിട്ട് എന്താ, അപ്പൊ അന്ന് ഫിസിക്സിന്റെ നിരവധി ബ്രാഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓപ്പറേറ്റർ ആയിരുന്നു ഈ ഡോ ബൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒരു കോമ്പിനേഷൻ, ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ്, ഈ ഒരു ഓപ്പറേറ്റർ. അപ്പൊ ഇത് ഫിസിക്സിന്റെ പല ഇക്വേഷൻസ് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പൊ അതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഹാമിൽട്ടൺ എന്ത് ചെയ്തു എങ്കിൽ പിന്നെ നമുക്ക് ഇതൊരു ഓപ്പറേറ്റർ കൊണ്ട് ഒരു പ്രത്യേക ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആവും ഇത്. ആ ഓപ്പറേറ്റർ ആണ് ഇൻവെർട്ടഡ് ട്രയാങ്കിൾ എന്നൊരു മറ്റേ നെയിം പിന്നെ പറയാം. ആ ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പിന്നെ ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ആ ഒരു രൂപത്തിലിരിക്കുന്ന ഒരു ഓപ്പറേറ്റർ വരുന്നു. അപ്പോൾ ആ ഓപ്പറേറ്റർ നമ്മളൊരു ആ ഓപ്പറേറ്റർ കൊണ്ട് ഒരു വെക്ടറിനെ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാൻ ഐ ടി പ്ലസ് ജെ യു പ്ലസ് കെ വി എന്ന് പറയുന്ന ഒരു ക്വാഡ്രോണിയൻ വെക്ടർ എടുത്ത് ഞാൻ ഈ ഓപ്പറേറ്ററിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ കിട്ടുന്ന എന്താണെന്ന് അറിയാം, ഒരു മൈനസ് എന്നൊരു സംഭവം കിട്ടും, ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ ബി ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടും, പ്ലസ് പിന്നെ നീണ്ടൊരു സാധനം കിട്ടും. ഓക്കെ, അത് ഞാൻ വായിക്കുന്നില്ല. ഈ 2 ഭാഗങ്ങളായിട്ടായിരിക്കും നമുക്ക് ഇതിനെ ഈ ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ആ വെക്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇത് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് 2 ഭാഗങ്ങൾ കിട്ടും. ആ ഭാഗങ്ങൾ ഫസ്റ്റ് ഭാഗം ആണ് ആക്ച്വലി ഇപ്പോഴത്തെ ഡൈവർജൻസ്. അന്ന് സൂക്ഷിച്ചു നോക്കിയത് ഇപ്പോഴത്തെ ഡൈവർജൻസ് ആണത്. അതിന്റെ 2ാം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഇന്ന് നമ്മൾ കാണുന്ന എന്ത് സാധനം വരുമെന്നറിയാം, അത് നമ്മൾ ഇന്ന് കേളെന്ന് പറയില്ലേ, ആ സാധനമാണ് 2ാമത്തെ ഭാഗം. അന്ന് അതിനൊരു യെസ്, അതാണ് സംഭവം.
ഓ അതായത് ഈ പുള്ളി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോട്രാനിയൻ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് അത് ആ കോട്രാനിയന്റെ ഒരു വെക്ടർ പാർട്ട് കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ 2 പാർട്ട് കിട്ടും. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഡൈവേർജൻസിന്റെ ഫോമിലാണ്, സെക്കൻഡ് പാർട്ട് നമ്മൾ ഇന്ന് കാണുന്ന കേളിന്റെ ഫോമിലാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരു ഒറ്റ എൻറ്റിറ്റി ആയിട്ടായിരിക്കുന്നത്. ആദ്യം അങ്ങനെയായിരുന്നു. ഈ കോട്ടോൺ അതാണ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് ഇതിനെ പറ്റി അറിയത്തില്ല. ഈ മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ ആണ്, ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ. ഇപ്പൊ ഇന്ന് അതിന്റെ പേര് പോലും ഇട്ടിട്ടുണ്ടാകുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് യെസ്. അപ്പോ ഇതിനെ 2 വട്ടം ഓപ്പറേറ്റ് ചെയ്താലേ ഈ വെക്ടറിൽ തന്നെ 2 വട്ടം ഈ ഒരു ഓപ്പറേറ്റർ ചെയ്ത വളരെ ഇൻട്രസ്റ്റിംഗ് സാധനം കിട്ടും. നമ്മൾ ഇന്നത്തെ ലാപ്ലേഷനും കിട്ടും. അതായത് d²v/dx² പ്ലസ് d²v/dy² പ്ലസ് dv²v/dz² എന്ന സാധനം കൂടെ കിട്ടും. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ ഒരു സമയത്താണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു കേളിന്റെ ഫോമും ഡൈവർജന്റെ ഫോമും കേളിന്റെ ഫോമും ഈ പറയപ്പെടുന്ന ലാപ്ലേഷന്റെ ഫോം ഒക്കെ കാണുന്നത്. പക്ഷെ നമുക്ക് അതിനൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ അന്ന് ഈ കേൾ ഡൈവേർജൻസ് അങ്ങനത്തെ നെയിമിങ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ദിസ് കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ഫിസിക്സിനകത്ത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് ഒബ്വിയസ്ലി കാണും, വേവ് ഇക്വേഷൻ ഒക്കെ ആ സ്ട്രക്ചറിലാണ്. അതെ, കറക്റ്റ്. ബെറ്റർ നൊട്ടേഷൻ ആയത് ഇപ്പോ. അതെ, ഇപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഈ ഓപ്പറേറ്റർ കൊണ്ടുവന്നതോടുകൂടി കുറച്ചും കൂടി എളുപ്പത്തിൽ പരിപാടികളൊക്കെ നടത്താൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സ്വെൽ എന്ത് ചെയ്യുന്നത്, തന്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതുന്നത്. മാക്സ്വെൽ ഈ ഹാമിൽട്ടന്റെ ഈ പരിപാടികളെല്ലാം ഈ ഒരു ഇക്വേഷൻസും ഈ ഓപ്പറേറ്ററും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ഇലക്ട്രിക് ഫീൽഡ് ആണെന്നല്ലോ മാക്സ്വെൽ നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് ഇക്വേഷൻസിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. പുള്ളി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 2 പാർട്ടാണ് കിട്ടുന്നത്. നമ്മളിപ്പോ ഈ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ 2 പാർട്ട് കിട്ടിയല്ലോ. ഒരു അതായത് ഡൈവർജന്റ് ഫോമിൽ ഇരിക്കുന്ന ഒരു പാർട്ടും കേളിന്റെ ഫോമിൽ ഇരിക്കുന്ന ഒരു പാർട്ടും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡാണ് പുള്ളിയുടെ കളി, മാക്സ്വെല്ലിന്റെ കളി. അപ്പൊ അവിടെ ഈ 2 പാർട്ട് കിട്ടുമ്പോൾ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ വേണം. എന്താണ് ആക്ച്വലി അവിടെ ഫീൽഡിൽ എന്താണ് ഇങ്ങനെ സംഭവം വേണം. അപ്പൊ പുള്ളി അത് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റേ നമ്മുടെ ഇങ്ങനെ ഈ ഫീൽഡ് ഡൈവേർജ് ചെയ്യുന്നതിനെ തന്നെയാണ് നമ്മൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാം. ഏതാ ഈ ഡൈവർജൻസ് എന്നുള്ള ഭാഗത്ത് ഡൈവർജൻസ് തന്നെ സൂചിപ്പിക്കാം. മറ്റേതൊരു റൊട്ടേഷൻ പോലെ ഇരിക്കും. അതായത് കേളെന്ന് പറഞ്ഞൊരു റൊട്ടേഷൻ, ഫീൽഡിന്റെ ഒരു റൊട്ടേഷൻ പോലെ നമുക്ക് സൂചിപ്പിക്കാം. മാക്സ്വെൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചു ആ 2 പാർട്ടിനെ. അതിനു മുമ്പ് വരെ എന്താണ് മാത്തമാറ്റിക്സിൽ മാത്രം കിടക്കുന്ന ഒരു ഇക്വേഷൻ ഫോമിൽ കിടന്നതാ. അപ്പൊ ഈ മാക്സ്വെൽ തന്നെ ഇലക്ട്രിക് ഫീൽഡിൽ വർക്ക് ചെയ്തു. അതായത് ഈ ഇക്വേഷൻസും ഈ ഓപ്പറേറ്ററും ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഉപയോഗിച്ചപ്പോഴാണ് ഈ ഒരു 2 സാധനം വരുന്നതും. അപ്പോഴാണ് ഈ കേളും എന്ന് പറയുന്നത് ഒരു റൊട്ടേഷൻ പോലെയും മറ്റേത് ഫീൽഡ് ഡൈവേർജ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതായത്. ആക്ച്വലി ഈ മാക്സ്വെലിന്റെ കേസിൽ അത് ഡൈവേർജ് അല്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു നെഗറ്റീവ് സൈൻ കിടക്കുന്നുണ്ട്. മാക്സ്വെൽ അതിനെ കൺവേർഷൻ ആണ് വിളിച്ചതെന്നാണ് എന്റെ ഒരു ഓർമ്മ. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കും മാക്സ്വെൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് മാക്സ്വെൽ ഈ ഇക്വേഷൻ കണ്ട് ഉപകാരപ്പെട്ടു. പക്ഷെ പുള്ളിക്ക് എന്നാലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഈ ഒരു കോട്ടോണിയൻ ഉപയോഗിക്കുന്നത് അത്ര സുഖമല്ല. കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ ഒരു തോട്ട് പുള്ളിയുടെ മനസ്സിലുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി പുള്ളിയുടെ ഒരു സീനിയർ ഉണ്ട്, സീനിയർ പ്ലസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ഒരാള്, ടൈറ്റ് എന്ന് പറയും, പുള്ളിക്ക് ഒരു കത്തയക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇതിന്റെ ഒരു കോട്ടോണിയൻസ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഉപയോഗം ഒരു കുറച്ച് കോംപ്ലക്സ് ആണ്. ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം, വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലെറ്ററിന്റെ തുടക്കം വായിച്ചു നോക്കിയ രസമാണ്. ആ ഒരു എക്സ്പ്രഷൻ ആ ഓപ്പറേറ്റർ എഴുതിയിട്ട് പുള്ളി ചോദിക്കുന്നത് വാട്ട് യു കോൾ ദിസ് എന്നാണ്. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, അത് കഴിഞ്ഞ് ആൾട്ടഡ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഈ അതൊന്ന് തിരിച്ചു വായിച്ചു നോക്കി. ഡെൽറ്റ. യെസ്, ആക്ച്വലി ആ ഒരു ലെറ്റർ നമ്മുടെ ഇങ്ങനെ ട്രയാങ്കിൾ ഇരിക്കുന്ന ലെറ്റർ ഏതോ ഒരു ഭാഷയില് ഡെൽറ്റയാണ്. അപ്പൊ പുള്ളി ട്രയാങ്കിൾ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ സർക്കാസ്റ്റിക്കലി പുള്ളി ചോദിച്ചതാണ്. അത് ഇങ്ങനെ വായിച്ചാൽ മതി, ഒരു ഇപ്പോഴത്തെ ചാറ്റ് പോലെ കത്തയച്ച് ചോദിച്ചതാണ്. യെസ്, ആക്ച്വലി മാക്സ്വെല്ലിന് സ്കേലാർ പാർട്ടും ഇമാജിനറി പാർട്ടും, അതായത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ കേളും ഡൈവർജൻസും ഈ കാര്യങ്ങളൊക്കെ വളരെ ഇൻഡിവിജ്വലി പുള്ളിക്കാരന് മനസ്സിലായി. പുള്ളിക്കാരൻ അയാളുടേതായ ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലെ മൈൻഡിമെന്റൈസ് അതൊക്കെ ഇന്റർപ്രറ്റും ചെയ്തു കഴിഞ്ഞു. അപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. ഈ കോട്ടോണിയൻസും കുറച്ച് കോംപ്ലക്സ് അല്ലേ, ഇത് ഈ തന്നെ ഉപയോഗിക്കണം, കുറച്ച് കോംപ്ലക്സ് അല്ലേ എന്നൊക്കെ ഉള്ള ഒരു എനിക്ക് തോന്നുന്നത് അത് അത്ര നെസസറി ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. യെസ്, ഇത് ഇങ്ങനെ വേണോ, ഇത്രയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ള കോട്ടോണിയൻസിന്റെ ഈ ഒരു പ്രശ്നം, ഈ ഒരു മാക്സ്വെല്ലിന്റെ ഒരു കൺസേൺ ഒക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗിബ്സ് ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് വരുന്നത്. ഗിബ്സ് ആണ് ഇതിനെ മോഡിഫൈ ചെയ്യുന്നത്. ഗിബ്സിന്റെ ഒരു പുസ്തകമുണ്ട്, എലമെന്റ്സ് ഓഫ് വെക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ആക്ച്വലി അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പുള്ളി ഡിസൈൻ ചെയ്തതല്ല, പുള്ളിയുടെ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി പുള്ളി എഴുതിയ ഒരു നോട്ടാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ വളരെ ചെറിയൊരു ക്യാപ്സ്യൂൾ മതി, 86-88 പേജ് കണ്ടുള്ളത്. അത്രയുള്ള ഒരു ചെറിയ ബുക്കിലാണ് ആദ്യമായി, വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ കാണുന്ന വെക്ടർ ഉണ്ടല്ലോ, നമ്മുടെ
നമ്മൾ +2 പഠിക്കുന്ന എ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഡെഫിനേഷൻ ഉള്ളത് ഈ ബുക്കിലാണ്. അതുവരെ ഉണ്ടായിട്ടില്ല. യെസ്, ഇപ്പൊ തൊട്ടാണ് നമ്മുടെ മനസ്സിൽ. അതിനു മുന്നേ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇല്ല. ഫസ്റ്റ് ടൈം ആ ലൈൻ എഴുതുന്നത്. അതെ ഗിബ്സ് ആണ് അത് എഴുതുന്നത്. നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി ആ ഗിബ്സ് അല്ലേ ഇത്? അതെ ആ ഗിബ്സ് തന്നെ. ആ ഗിബ്സ് മറ്റേ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആ നെയിം കോയിൻ ചെയ്ത ഗിബ്സ്. അങ്ങനെ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഈ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗിബ്സ് ഒന്നും നമ്മുടെ മനസ്സിൽ വരില്ലല്ലേ? ഇല്ല അതാണ്. ഞാനും പണ്ട് കരുതുന്ന ഗിബ്സ് ഈ വെക്ടേഴ്സ് ഒക്കെ ന്യൂട്ടൺ കണ്ടുപിടിച്ചതാണ്. ന്യൂട്ടോണിയൻ ഡൈനാമിക്സിൽ ഫ്രീ ബോഡി ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ നമ്മള് പിന്നെ മനസ്സിലായി. ആ സമയത്ത് അങ്ങനെ നോഷനേ ഇല്ല. ഈ വെക്ടറിന്റെ കേസിൽ ഗിബ്സിന്റെ ഒരു പങ്കുണ്ട്. നമ്മൾ പറയുന്നത് വെക്ടർ ആ ഒരു ഡെഫിനേഷൻ നമ്മുടെ ഗിബ്സ് കൊണ്ടുവന്നയാ. അപ്പൊ അതുപോലെ തന്നെ ഗിബ്സ് ആ വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗിബ്സ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ A.B, 2 വെക്ടേഴ്സ് A.B ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡയറക്റ്റ് പ്രോഡക്റ്റ് എന്ന്. നമ്മളിപ്പോ അതിനെ ഡോട്ട് പ്രോഡക്റ്റ് എന്നാ വിളിക്കുക. അന്ന് പുള്ളി വിളിച്ചത് ഡയറക്റ്റ് പ്രോഡക്റ്റ് എന്നാ. ഓക്കെ, അതുപോലെ തന്നെ A×B അതിനെ സ്ക്യൂ പ്രോഡക്റ്റ് എന്നാ വിളിച്ചിരുന്നത്. SKEW സ്ക്യൂ പ്രോഡക്റ്റ്. ഇപ്പൊ അതെന്താണ്? ക്രോസ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ പുള്ളി തന്നെയാണ് ഡെൽ.A ഡൈവർജന്റ്, ഡെൽ ക്രോസ് എ കേൾ എന്നുള്ള. അതായത് പുള്ളി ചെയ്തെന്ന് പറഞ്ഞാൽ ക്വാർട്ടേണിയൻസിനകത്തുള്ള ആ രണ്ട് പാർട്ടിനെയും പുള്ളി സെപ്പറേറ്റ് ചെയ്തു. ഒരു പുതിയൊരു ആൾജിബ്ര സിസ്റ്റം തന്നെ പുള്ളി ബിൽഡ് ചെയ്തു. അങ്ങനെ. പക്ഷെ അപ്പൊ തന്നെ ഇപ്പൊ ഗിബ്സിന്റെ പരിപാടി അതെനിക്ക് തോന്നുന്നു അതും കഴിഞ്ഞ് പുള്ളി അത് പബ്ലിഷ് ചെയ്തൊന്നുമല്ല. ബുക്ക് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം പുള്ളി അത് പിന്നെ പുള്ളിയുടെ സ്റ്റുഡന്റ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതേ സമയത്ത് തന്നെ പാരലായിട്ട് ഒലിവർ ഹെവിസൈഡ് എന്ന് പറയുന്ന മറ്റൊരു ഫിസിസ്റ്റ് ഇതേ സംഭവം ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ഈ പറയപ്പെടുന്ന ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഒക്കെ പുള്ളിയും പാരലി തന്നെ നമ്മുടെ ഗിബ്സ് കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ പുള്ളിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഈ ഹെവിസൈഡ് മറ്റേ സ്റ്റെപ്പ് ഫംഗ്ഷൻ അതെ അയാൾ യെസ് അതെ ഒലിവർ ഹെവിസൈഡ് എന്നാണ് പുള്ളിനെ. യെസ്, പുള്ളി അത് പാരലി കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ ഇൻഡിപെൻഡന്റ് ആണ്. ഇവർക്ക് പരസ്പരം അങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. പുള്ളി ഇൻഡിപെൻഡന്റ് ചെയ്തതാണ്. അതായത് ആക്ച്വലി ഒലിവർ ഹെവിസൈഡ് ചെയ്യുന്നത് ഡയറക്റ്റ് മാക്സ്വെല്ലിന്റെ ബുക്ക് വായിച്ചതിന് ശേഷം അതിൽ ഉൾപ്പെടുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുള്ളി ഇതിന്റെ റിസർച്ച് വർക്ക് തുടങ്ങുന്നത്. ഹെവിസൈഡ് അതിന്റെ റിസർച്ച് വർക്ക് തുടങ്ങുന്നത് പുള്ളിയുടെ റൈറ്റിംഗ്സ് ഉണ്ട്. അതായത് അന്നത്തെ കാലത്ത് അതുവരെയുള്ള കാലത്ത് ഈ ഇലക്ട്രോ ഡൈനാമിക്സ് അത്തരം കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത് ഈ ഹെവിസൈഡ് വിളിക്കുന്നത് വെറും സ്ക്രാപ്പർ എന്നായിരുന്നു. ഒരു തരം ഓർഡർ ഇല്ലാതെ ഒരു എന്താ പറയാ പ്രിസൈസ് അല്ലാത്ത രീതിയിലാണ് കടന്നിരുന്നത്. അപ്പൊ ഈ മാക്സ്വെല്ലിന്റെ ബുക്കും കൂടെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് കുറച്ചും കൂടെ അതിനകത്ത് വളരെ ഇത് തോന്നി, മോട്ടിവേഷൻ തോന്നി. പുള്ളി അതിൽ വർക്ക് ചെയ്യുകയാണ് ഇത്. അങ്ങനെ പുള്ളി ഞാനത് കേട്ടിട്ടുണ്ട്. അതായത് മാക്സ്വെല്ലിന്റെ ബുക്കാണ് ഫസ്റ്റ് ടൈം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇലക്ട്രോ ഡൈനാമിക്സ് പ്രസന്റ് ചെയ്യുന്ന ബുക്ക്. വളരെ നല്ല മാത്തമാറ്റിക്കൽ സ്ട്രക്ചറോടെ. അതിനൊരു തെളിവാണ് പുള്ളിയുടെ റൈറ്റിംഗ് പറയുന്ന ഈ ഒരു വാക്കുകൾ എന്ന് പറയുന്നത്. അതെ, ഹെവിസൈഡിന്റെ റൈറ്റിംഗിൽ ഇങ്ങനെ പറയുന്നുണ്ട് മാക്സ്വെല്ലിന്റെ ബുക്കിനെ പറ്റി. അപ്പൊ എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, അതിനുവേണ്ടി പുള്ളിയുടെ റിസർച്ച് വർക്കിന്റെ ഭാഗമായിട്ട് പുള്ളി ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഒക്കെ പുള്ളി ഡൈവർജന്റും ഒക്കെ പുള്ളി തന്നെ ഡെവലപ്പ് ചെയ്തു. ഹെവിസൈഡ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ പാരലി ഗിബ്സിന് പാരലി ഇവർക്ക് ഇതല്ല, ഡിപെൻഡൻസി ഇല്ല. ഗിബ്സും ഇവർക്കും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഹെവിസൈഡ് വേറെ, ഗിബ്സ് വേറെ. അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഇയാളുടെ അഭിപ്രായം ഈ കോട്ടോണിയൻസുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം ഒന്ന് മാറി. അതായത് അത്ര ആവശ്യമുള്ളതല്ല ഈ കോട്ടോണിയൻസ് എന്ന് പറയുന്ന സാധനം എന്ന് ഹെവിസൈഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന് തെളിവെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതൊരു എന്താ പറയാ പോസിറ്റീവ് ഈവൽ എന്നാണ് ഇതിനെ പറയുന്നത്. കോട്ടോണിയൻസിനെ പറയുന്നത് സംഭവം നല്ലതാണ്. പക്ഷേ നമ്മൾ അനാവശ്യമായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഈവിളാന്നൊക്കെ പറയുമ്പോ എന്തോ പോലെ കാര്യം നല്ലതായിരുന്നല്ലോ. എന്തായാലും ലാസ്റ്റ് ഈ വെക്ടറിന്റെ ഒക്കെ ഫൈനൽ ഇപ്പൊ കാണുന്ന എല്ലാ വിധത്തിലുള്ള സ്ട്രക്ചറും ഫോർമുലസും എല്ലാം കൊണ്ടുവന്നത് ആക്ച്വലി ഗിബ്സിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. പുള്ളിയുടെ പേര് എഡ്വിൻ ബിഡ്വെൽ വിൽസൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പുള്ളിയുടെ പേര്, എഡ്വിൻ ബിഡ്വെൽ വിൽസൺ. യെസ്, പുള്ളി 1901 ഒരു ബുക്ക് പുറത്തിറക്കി. 1901 എന്ന് പറയുന്നത് യെസ് ബുക്ക് പുറത്തിറക്കി. ആ ബുക്കിലാണ് ആദ്യമായി ഇത് എന്ത് ചെയ്യുന്നത്, ഈ പറയപ്പെടുന്ന എല്ലാ വിധത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ നൊട്ടേഷൻസും കാര്യങ്ങളും അതിനെ സ്ട്രക്ചറലി ഫോം ചെയ്ത ഒരു വലിയ ബുക്ക് പുള്ളിയാണ് അവസാനമായിട്ട് പബ്ലിഷ് ചെയ്തത്. വളരെ ന്യൂ ആണ് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതെ, അപ്പൊ ഇതിന്റെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ രസമാണ്. മറ്റേ ഹാമിൽട്ടന്റെ ബുക്ക് കോട്ടോണിയൻസ് ലെക്ചേഴ്സ് ഇൻ കോട്ടോണിയൻസ് എന്ന് പറയുന്ന സാധനം ഇറങ്ങിയത് 1853. അത് കഴിഞ്ഞ്
ഇയാടെ മറ്റേ മാക്സലിന്റെ ബുക്ക് ഇറങ്ങുന്നത് 1873. അല്ല, ഇവരുടെ റിസർച്ച് ഒക്കെ വർക്കുകൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വർഷത്തിന്റെ ഒരു അന്തരമുണ്ട്. മാക്സലിന്റെ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ 1873 മാക്സലിന്റെ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഗിബ്സിന്റെ ഇറങ്ങാൻ ഏതാണ്ട് ഒരു 8 വർഷം എടുത്തു. 881. ആ വർഷം. പിന്നെ അത് കഴിഞ്ഞ് 1901 നമ്മുടെ വിൽസൺ, ഈ ലാസ്റ്റത്തെ സാധനമൊക്കെ ഇറങ്ങിയ വിൽസൺ ഉണ്ടല്ലോ, പുള്ളി കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു യാത്രയിലാണ് നമ്മൾ ഈ പറയപ്പെടുന്ന നൊട്ടേഷൻസും സിമ്പിൾസും എല്ലാം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെക്ടേഴ്സ് എന്ന് പറയുന്ന ഈ നോഷൻ ഇവോൾവ് ചെയ്ത് വന്നത് ഇത്രയും സമയം കൊണ്ടാണ്. അപ്പൊ ആദ്യകാലത്ത് ഇല്ല ആക്ച്വലി. അപ്പോ ഹാമിൽട്ടന് മുന്നേ ഇങ്ങനെ ഒരു നോഷൻ പോലും ഇല്ലായിരുന്നു. യെസ്. റൈറ്റ്. ഓൾമോസ്റ്റ് ആ ഒരു 60 ഇയേഴ്സിന്റെ ഗ്യാപ്പ് ഉണ്ടായി വന്നേ. ഫസ്റ്റ് ടൈം ഇത് വെക്ടേഴ്സ് എന്ന നോഷൻ എന്ന രീതിയിലേ അല്ല ഇത് ബിൽഡ് ചെയ്തത്. ഇവരെ കോംപ്ലക്സ് നമ്പറിന്റെ ജനറലൈസേഷൻ എന്ന രീതിയിൽ നമ്പർ മാത്രം വന്നു. ഫൈനലി ഇത് ഇവിടെ അന്ന് ഹാമിൽട്ടൺ IJK കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് യൂസ് ചെയ്ത സാധനം ഫൈനലി യൂണിറ്റ് വെക്ടർ. അതായത് 2 കൺസെപ്റ്റ് ഒരു സിമ്പിൾ.